നമ്മളുടെ പറവൂരിലെ 1759 നമ്പർ സഹകരണ ബാങ്കിൽ നാളെ ഇലക്ഷൻ നടക്കുകയാണ്. ഇപ്രാവശ്യം മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് നമ്മളുടെ NDAയുടെ കീഴിൽ ഉള്ള 5 സ്ഥാനാർത്ഥികളടങ്ങുന്ന ഒരു മുന്നണി കൂടി അതിശക്തമായ മത്സരത്തിന് ഇറങ്ങുകയാണ്. നാളിതുവരെ കണ്ടിട്ടുള്ളതിൽ നിന്നും വിഭിന്നമായി ഇപ്രാവശ്യം ഒരു ശക്തമായ മത്സരമാണ് നടക്കുന്നത്. കാരണം സഹകരണ മേഖലകളിൽ ബാങ്കുകളിൽ നടക്കുന്ന അഴിമതിയെക്കുറിച്ചും സ്വജനപക്ഷപാതത്തെക്കുറിച്ചും ഒക്കെ നല്ല ബോധ്യമുള്ളതാണ്. എല്ലാ ചാനലുകളിലൂടെയും മാധ്യമങ്ങളിലൂടെയെല്ലാം ജനങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ NDAയുടെ കീഴിൽ ഇപ്രാവശ്യം 5 ശക്തരായ മുന്നണി സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ ലക്ഷ്യം പൊതുജന സമക്ഷം ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ ലക്ഷ്യം. മാത്രമല്ല, ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി നമ്മുടെ ബാങ്ക് തികച്ചും നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വളരെ പറവൂരിലെ ഏറ്റവും മികച്ച ബാങ്ക് എന്ന് ഖ്യാതി കേട്ട പറവൂർ സഹകരണ ബാങ്ക് ഈ 2 വർഷമായിട്ട് എന്തുകൊണ്ട് നഷ്ടത്തിലെത്തി എന്ന് ആളുകളുടെ ഉള്ളിൽ ഉള്ള മനസ്സിനെ നമ്മൾ ചോദ്യം ചെയ്യുകയാണ്. ഈ എന്തുകൊണ്ട് നഷ്ടത്തിലെത്തി എന്നുള്ളതും മാത്രമല്ല, നഷ്ടത്തിലായ നമ്മളുടെ ഈ സഹകരണ ബാങ്കിനെ വീണ്ടും വിജയത്തിലേക്ക് എത്തിക്കാനും ആളുകള് അവരുടെ ഡെപ്പോസിറ്റുകളെ സുരക്ഷിതമായ കൈകളിൽ നിന്നും നിലനിർത്തുവാനുമുള്ള ആത്മാർത്ഥമായ ശ്രമം ഞങ്ങളുടെ പക്ഷത്തുനിന്നും ഉണ്ടാകും. അതുകൊണ്ട് തീർച്ചയായും എല്ലാ മെമ്പർമാരും ഞങ്ങളെ വിജയിപ്പിച്ച് ഇതിന്റെ തീർച്ചയായും ആളുകൾക്ക് ഇന്നിപ്പോ കരുവാന്നൂർ ബാങ്ക് ആയിക്കോട്ടെ, കണ്ടല ബാങ്ക് ആയിക്കോട്ടെ, അതേപോലെ ചേന്നമംഗലം ബാങ്ക് ആയിക്കോട്ടെ, ഇവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി പൂർണ്ണ ബോധ്യമുള്ളതാണ്. പലരും ആത്മഹത്യയിലേക്ക് വരെ എത്തിപ്പെട്ടു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ പല വീടുകളിൽ എത്തുമ്പോൾ അവിടുത്തെ ആളുകൾ ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്: ഇവിടെ പൂർണ്ണമായൊരു മാറ്റം എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി ഒരു മുന്നണിക്ക് മാത്രം ഒരു ഭരണം കൊടുത്തു കഴിഞ്ഞാൽ അഴിമതികൾ നടക്കുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യം ആളുകൾക്കുള്ളതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാ ജനങ്ങളും അതിൽ നിന്ന് തികഞ്ഞ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇപ്രാവശ്യം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.